നമസ്കാരം. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും പറയുന്നു, ഇനി അങ്ങോട്ടും പറയും. മിസ്റ്റർ രാഹുൽ ഗാന്ധി, യു ആർ ആൻ ആബ്സല്യൂട്ട് ആൻറ്റി നാഷണൽ. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് കമൻറ്റ് കഴിഞ്ഞ ദിവസം വന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നു. മെയ് 4-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിച്ചു. ആ റിസൾട്ട് വന്ന ഉടനെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ മറ്റേ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തു. ബംഗാളിലെയും ആസാമിലെയും തെരഞ്ഞെടുപ്പ് BJP കട്ടെടുത്തു. സ്റ്റോളൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ മറ്റുള്ള 3 സംസ്ഥാനങ്ങളിലും യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിൽ ജയിച്ചു. തമിഴ്നാട്ടിൽ പാലൂട്ടി വളർത്തിയ, ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ DMKയെ കുതികാല് വെട്ടി അപ്പുറത്തേക്ക് ചാടാനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ അവിടുത്തെ ഇലക്ഷന് പ്രശ്നമില്ല. തോറ്റിട്ടും അതിന് പ്രശ്നം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പുതുച്ചേരി അദ്ദേഹം വിട്ടുകളഞ്ഞു. അപ്പോൾ അങ്ങനെ തോൽക്കുമ്പോഴൊക്കെ ഈ സംവിധാനത്തെ കുറ്റം പറയുക, അതിനെ എന്താ പറയുക, അത് മോശമാണെന്ന് വരുത്തി തീർക്കുക, ഞങ്ങൾ തോറ്റതല്ല കട്ടെടുത്തതാണ് എന്നൊക്കെ പറയുക. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചു കാലമായിട്ട് ഈ വോട്ട് ചോരി എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ നാഷണൽ മീഡിയ അടക്കമുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ പല പ്രതിപക്ഷ കക്ഷികളും അദ്ദേഹത്തിൻ്റെ കൂടെ ഇതൊക്കെ പറയാനൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൂടെ നിന്നിരുന്നു. ഇപ്പോൾ ഒരൊറ്റ മനുഷ്യല്ല. ഇയാളിതിങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെയോ എഴുതുന്നുണ്ട്, ആരും നോബഡി കെയേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിലെ മാൻട്രിക് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. നമ്മൾ പലപ്പോഴും അത് പിണറായി വിജയനാണെന്ന് പറയാറുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് രാഹുൽ ഗാന്ധി. കാരണം നോക്കൂ, എത്ര ആളെ പുള്ളി മൂലക്കിരുത്തിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ അറിയാം. ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു ബീഹാറിൽ. ഡൽഹിയിൽ മറ്റേ ആം ആദ്മി കെജ്രിവാളിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. ഉദ്ധവ് തകിടുപൊടിയായി മഹാരാഷ്ട്രയിൽ. ആ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ ആളാണ് ഇപ്പോൾ DMK സ്റ്റാലിൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ കൂടിയിട്ടുണ്ടോ അവൻ്റെ അടിവേരിളക്കിയിട്ടേ പുള്ളി അവിടുന്ന് പോകുള്ളൂ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വിജയുടെ തൊട്ടപ്പുറത്ത് കയ്യും കെട്ടി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു 10 മിനിറ്റ് കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ക്രെഡിബിലിറ്റി എന്നൊരു സംഭവമുണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധി. ഈ മനുഷ്യനായാൽ അത് നിങ്ങൾക്കില്ല. നിങ്ങളിനി എത്ര കഷ്ടപ്പെട്ടാലും അത് ഉണ്ടാക്കാനും സാധിക്കില്ല. ബിക്കോസ് യു ആർ ആൻ ആൻറ്റി നാഷണൽ. ഈ രാജ്യത്തിൻ്റെ ഒരു പുരോഗതിക്കും താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം എന്നുള്ളത് ഇനിയും ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് കമൻറ്റ്, ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടൊരു ആഹ്വാനം നടത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു വർഷത്തേക്ക് ഈ വെസ്റ്റ് ഏഷ്യയിലെ ഈ ക്രൈസിസിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനം. അതൊരു ബാനല്ല, അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾ ഗോൾഡ് വാങ്ങുന്നത് ഒഴിവാക്കണം, പരമാവധി ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും കൺസംഷൻ കുറയ്ക്കണം, അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള നിങ്ങളുടെ യാത്രകൾ പരമാവധി കുറയ്ക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണം, തുടങ്ങിയിട്ടുള്ള ചില പോയിൻറ്റ്സ്, വളരെ പോസിറ്റീവായിട്ടുള്ള ചില പോയിൻറ്റ്സാണ് അദ്ദേഹം മുന്നിലോട്ട് വെച്ചത്. ഗോൾഡ് ഇമ്പോർട്ടിനെ, ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ പോകുന്നത് ഡോളറിലാണ്. അപ്പോൾ ഒബിയസ്ലി ഒരു ചെറിയ എക്കണോമിക്സ് തിയറി പോലും അറിയാത്ത ആളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. എക്കണോമിക്സിലൊരു ബേസിക് തിയറി ഉണ്ട്, വെൻ ഡിമാൻഡ് റൈസസ് വിത്തൗട്ട് സപ്ലൈ റൈസ് യുവർ പ്രൈസ് വിൽ ഗോ അപ്പ് എന്നുള്ളത്. അപ്പോൾ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ എഗെയിൻ റുപ്പി വീക്കനാകും, ഡോളർ മുകളിലേക്ക് പോകും. ഇപ്പോൾ തന്നെ ഡോളർ 93ൻ്റെ മുകളിലാണ്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ കമ്മി വരുന്നു. 728 ബില്യൺ ആയിരുന്നു ഫെബ്രുവരിയിലെ റെക്കോർഡ് ഹൈ ആയിരുന്നു. അവിടെ നിന്ന് അത് 680ലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് എ റെസ്പോൺസിബിൾ റൂളർ ഓഫ് എ കൺട്രി, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഉണ്ടാകുന്ന കമ്മി, കറണ്ട് അക്കൗണ്ട് കമ്മി കൂടുന്നു, വൈഡൻ ചെയ്യുന്നു. ദെൻ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു നോൺ പ്രൊട്ടക്റ്റീവ് ഇമ്പോർട്ടായിട്ടുള്ള ഗോൾഡിനെ കുറയ്ക്കുന്നതിലൂടെ അത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ ഡോളറിന് അഗെയിൻസ്റ്റുള്ള റുപ്പിയുടെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാനുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഇപ്പോൾ ഒരു മെഷീനറിയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ മെഷീനറി ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാകും, ഇക്കണോമിക്കിൽ GDP-യിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. അത്തരത്തിൽ അതൊരു പ്രൊഡക്റ്റീവ് ഇമ്പോർട്ടാണ്. പക്ഷേ ഗോൾഡ് ഒരിക്കലും അതൊരു പ്രൊഡക്റ്റീവ് ഇമ്പോർട്ടല്ല, ഒരു നോൺ പ്രൊഡക്റ്റീവ് ഇമ്പോർട്ടാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഗോൾഡ്, അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഉണ്ടാക്കുന്ന ഒരു ആഘാതം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ, അത് ഹൈ ആണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളാലാവുന്ന ഒരു ചെറിയ സഹായം ചെയ്യാനാണ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തത്. നമുക്ക് ഗോൾഡ് വാങ്ങണ്ട എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഒരു ബാൻ അദ്ദേഹം ഏർപ്പാടാക്കിയിട്ടില്ല. നമ്മൾ തന്നെ ആസ് എ റെസ്പോൺസിബിൾ പാട്രിയോട്ട് ഇന്ത്യൻ നമ്മൾ തന്നെ ഇതിൽ നിന്നൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ മുകളിലുള്ള പ്രഷർ ഈസ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മളുടെ മറ്റേ ഡോളർ അഗെയിൻസ്റ്റുള്ള റുപ്പിയെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ സഹായിക്കും. അത് നമ്മളുടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ക്രൂഡ് ഓയിൽ, നമ്മൾ പെട്രോളും ഡീസലും അനാവശ്യമായിട്ട് വണ്ടി ഓടിച്ച് കളയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോകത്തെ രണ്ടാമത്തെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടറാണ് ഇന്ത്യ, വലിയ ഇമ്പോർട്ടറാണ് ഇന്ത്യ. അപ്പോൾ അത് എഗെയിൻ നമ്മളുടെ ഇക്കോണമീനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്, പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പെട്രോൾ ഡീസൽ കൺസംഷൻ കുറച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൽ അത് ഗണ്യമായിട്ടുള്ള കുറവ് വരുത്താൻ സഹായിക്കും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മളുടെ ഇമ്പോർട്ടിൽ കുറവ് വരുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെയും നമ്മളുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെയൊക്കെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നിലോട്ട് വെച്ചത്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ, വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അഗെയിൻ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുകയും ചെയ്യും. അപ്പോൾ ആ ഡോളറിൻ്റെ ഫ്ലോ റിസർവ് ബാങ്കിൻ്റെ എന്താ പറയുക, ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്നുള്ള ഫ്ലോ കുറയ്ക്കാനും സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആഹ്വാനത്തെ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത, അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഗ്രോത്തോ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയെ പറ്റി യാതൊരു കൺസേണും ഇല്ലാത്ത രീതിയിൽ, തരം താന്ന രീതിയിലാണ് അദ്ദേഹം വീണ്ടും ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഈസ് ആൻ ആൻറ്റി നാഷണൽ. അപ്പോൾ മോദിജി പറഞ്ഞത് നമ്മളുടെ ഇക്കോണമിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, റുപ്പിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആസ് എ പാട്രിയോട്ട് റെസ്പോൺസിബിൾ ഇന്ത്യൻ നമ്മളത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന്, തോളോട് തോൾ ചേർന്ന് നിന്ന് രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കർമ്മം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യുക തന്നെ വേണം. താങ്ക് യു. നമസ്തേ. കിടിലോൽ കിടിലം രംഗങ്ങളാണ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ അരങ്ങേറിയത്. പ്രധാന സേവകൻ കടന്നുവരുന്നു. ടാഗോർ ജയന്തി ദിനമായ സത്യപ്രതിജ്ഞാ ദിനത്തിൽ ടാഗോറിന്റെ ഛായാചിത്രത്തിൽ ശ്രദ്ധാഭക്തിയോടെ പുഷ്പാർച്ചന നടത്തുന്നു. അതിനുശേഷം നാം കാണുന്നത് കാവി പുതച്ച അംഗവും വംഗവും കലിംഗവും അടങ്ങിയ ഭാരതത്തിന്റെ ഭരണാധിപൻ ഒരു വന്ധ്യവയോധികന്റെ കാൽ തൊട്ട് വന്ദിക്കുന്നതും അദ്ദേഹത്തെ ദീർഘമായ ആശ്ലേഷത്തിൽ അമർത്തുന്നതുമാണ്. കാലം കടന്നുപോകാൻ മടിച്ച് തിരിഞ്ഞു നോക്കിയ ഒരു ചരിത്ര നിമിഷം. ആരായിരുന്നു ആ ആചാര്യസ്ഥാനീയൻ? ഓർമ്മയില്ലേ? ബംഗാളിന്റെ പ്രിയപുത്രനായ ജനസംഘം സ്ഥാപകനായ ശ്രീ ശ്യാമപ്രസാദ് മുഖർജിയെ. കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വിഘടിപ്പിക്കാൻ വേണ്ടി നെഹ്റു 370 വകുപ്പ് ഭരണഘടനയിൽ ചേർത്തപ്പോൾ അതിനെ എതിർത്ത, കാശ്മീരിൽ ത്രിവർണ പതാക ഉയർത്താൻ നിരന്തരം ശ്രമിച്ച് നെഹ്റു ജയിലിൽ അടച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ശ്രീ ശ്യാമപ്രസാദ് മുഖർജിയെ ഓർമ്മയില്ലേ? അദ്ദേഹത്തിന്റെ വലങ്കൈ ആയിരുന്നു ഈ മഖൻലാൽ സർക്കാർ എന്ന വന്ധ്യവയോധികൻ. 1952 കശ്മീരിൽ ത്രിവർണ പതാക ഉയർത്താൻ ശ്രമിച്ച് അറസ്റ്റിലായവരിൽ ഈ ആചാര്യസ്ഥാനീയനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഇന്ന് നമ്മുടെ നരേന്ദ്രമോദിജി ആദരിച്ചത്. ആ നിമിഷം കണ്ട് ശ്യാമപ്രസാദ് മുഖർജിയുടെ ആത്മാവ് നിർവൃതി അടഞ്ഞിട്ടുണ്ടാവും. മറ്റൊന്ന് കോരിത്തെരിപ്പിക്കുന്ന രംഗം, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശ്രീ സുവേന്ദു അധികാരി എല്ലാവരെയും ആദരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ UP മുഖ്യമന്ത്രിയായ യോഗിജി അദ്ദേഹത്തിന്റെ കാവി ഷോൾ എടുത്ത് സുവേന്ദു അധികാരിയെ അണിയിച്ചു. ഓർക്കണം, UPയുടെ
നീതിന്യായ നിർവഹണം നടത്തിയിരുന്ന IPS ഓഫീസറെ ബംഗാളിലേക്ക് ഡെപ്യൂട്ടേഷനിൽ അയച്ച് അവിടെ നിന്ന് കുറെ ബുൾഡോസറും കയറ്റി അയച്ചിട്ടുള്ള UP മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കാവിഷോൾ സുവേന്ദു അധികാരിക്ക് നൽകിയിരിക്കുന്നത്. രോമാഞ്ചിഫിക്കേഷന് മറ്റെന്തു വേണം? രാഷ്ട്രായ സ്വഹ ഇദം നമഃ.